എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബ്രാൻഡിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഒന്ന് നമ്മുടെ വർദ്ധമാനും ഇതൊന്ന് ലാൽജിവാലയാണ്. അപ്പോൾ വർദ്ധമാൻ്റെ പ്രോഷ്യൻ പ്രിൻറ്റും ലാൽജിവാലയുടെ വൈറ്റ് ഗോൾഡിലും തന്നെ പ്രിൻറ്റുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസസ് ആണ് കേട്ടോ. അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർ ഹോൾസെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ഡിസൈൻസ് വാങ്ങിക്കുക, പർച്ചേസ് ചെയ്യുക. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അതിനകത്ത് ഡിസൈൻസ് മേടിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് GST ഉൾപ്പെടെ ഏകദേശം 150 രൂപ വരും. അത് ഹോൾസെയിൽ പ്രൈസാണ് പറഞ്ഞത്. ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ മിനിമം 10 പീസ് എന്നുള്ള ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. റീറ്റെയിൽ ആണെങ്കിൽ ഒരു പീസായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഒരു പീസിന് 220 രൂപയാണ് വരുന്നത്. അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, റീറ്റെയിലിന് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ്, എന്താണ് പ്രോഷ്യൻ പ്രിൻറ്റ്, എന്താണ് വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡൻ പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന ഐറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ പ്രോഷ്യൻ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതൽ എങ്ങനെയാണോ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരുന്നത്, അത് പ്യുവർ ഇങ്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രിൻറ്റിങ്ങാണ് പ്രോഷ്യൻ പ്രിൻറ്റ്. അപ്പോൾ ഏതാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ഓൺ യൂസാണ് കേട്ടോ. പിന്നെ നമ്മുടെ വൈറ്റ് ഗോൾഡിൽ ഈ പ്രിൻറ്റഡ് ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ഹെവി ക്വാളിറ്റി തന്നെയുള്ള പ്രിൻറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ പ്രിൻറ്റ് പോവുക കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ആരും നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത്, നമ്മുടെ ഏറ്റവും കൂടുതൽ സെയിലാവണതും ഈ വൈറ്റ് ഗോൾഡിലെ ഐറ്റംസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടി യൂസാണ്. ഏറ്റവും കൂടുതൽ മൾട്ടി യൂസായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഐറ്റൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വേണമെങ്കിൽ ചെയ്യാം, ഫ്രോക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക നൈറ്റിയുടെ കാര്യം പറയാൻ പറ്റുന്നതാണ്, നൈറ്റി തന്നെ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഏത് രീതിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കാണാനും നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻസാണ് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ അത് കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ളതും ആ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ മാർക്കറ്റ് എന്താണോ അതിൽ കസ്റ്റമേഴ്സ് എന്താണോ നോക്കുന്നത് അത് നമ്മളെടുത്ത് സെയിൽ ചെയ്യാൻ നോക്കുക. അല്ലാതെ നമ്മൾ പേടിച്ചൊരു ഇത് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ തന്നെ ആണെങ്കിൽ ഇവിടെ തന്നെ ഒരു ബ്രാൻഡിനെ മാത്രം നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൾട്ടി ബ്രാൻഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു വിശ്വാസമുണ്ട്, എല്ലാ കമ്പനിക്കും എല്ലാ നല്ല ഐറ്റംസും ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേഡിലുള്ള മൾട്ടിപ്പിൾ കമ്പനിയുടെ ഐറ്റംസ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആരും അവരുടെ ബ്രാൻഡ് നെയിം നശിപ്പിച്ചുകൊള്ളാൻ ആരും ട്രൈ ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് നെയിമിനെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും ഒരു ബ്രാൻഡിന് അടിമയായി പോകാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ അത്. പിന്നെ വിലയുടെ കാര്യം, ഈ കാണിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ബണ്ടിൽ ഇതായിട്ട് ബെയിലൊക്കെ എടുക്കുന്നവർക്കുള്ള റേറ്റ് അല്ല. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ റേറ്റിലും കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അതൊക്കെ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. അപ്പോൾ ബെയിലൊക്കെ ആയിട്ട് എടുക്കുന്നവർ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡൊന്ന് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഐറ്റത്തിൻ്റെ റേറ്റും കാര്യങ്ങളും കോട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പറയാനാണെങ്കിൽ 275 GSMൻ്റെ അടുത്ത് ക്വാളിറ്റി ഉണ്ട് വൈറ്റ് ഗോൾഡിലുള്ള മെറ്റീരിയലിന്. വർദ്ധമാനക്കാണെങ്കിൽ 265 GSM ക്വാളിറ്റി ഉണ്ട് കേട്ടോ. രാഹുലിൻ്റെ പ്രോഷ്യൻ പ്രിൻറ്റിനാണ് ഇച്ചിരി ക്വാളിറ്റി അത് GSM കൂടുതലുള്ളത്. അതായത് ഒരു ഏകദേശം 275 GSMൻ്റെ അടുത്ത് ക്വാളിറ്റി ഉണ്ട്. ആക്ച്വൽ GSM അല്ല ഈ പറയുന്ന ഒന്നും. ആക്ച്വൽ GSM എന്ന് പറയുമ്പോൾ ടൈം വേറെയാണ്. ഈ പറയുന്ന എല്ലാം ഗ്രാംസ് ആണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ ബിറ്റിൻ്റെ എന്ത് വെയിറ്റ് ഉണ്ടെന്നുള്ള ഒരു ഇതാണ് ആ പറയുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യ പോസ്റ്റ്, പ്രൈവറ്റ് കൊറിയർ, പാഴ്സൽ സർവീസ്, ഈ 3 വഴി നമ്മൾ ഇന്ത്യയിൽ എവിടെയും ഐറ്റംസ് അയച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് പുറത്തേക്ക് കിട്ടുമെന്നുള്ളത്. ഇന്ത്യക്ക് പുറത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിക്കണം. അപ്പോൾ അതിനകത്ത് റേറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നമ്മുടെ സംസാരിക്കേണ്ടി വരും. ഈ വീഡിയോയിൽ കാണിക്കുന്ന റേറ്റ് അല്ല. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ, വിശദമായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അതനുസരിച്ച് അതും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തി നമ്മൾ അതിനെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ നോക്കാം. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ ബിൽ പേയ്മെൻറ്റ്, ഓൺ ബിൽ പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഐറ്റം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെയിൽ ഓർഡർ കിട്ടും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രമാണ് മെറ്റീരിയൽ അയക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പിന്നെ ഒരു ലോട്ടിൽ അതൊരു 10-20 പീസ് ഇഷ്ടപ്പെട്ടു, അത് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മളുടെ ഐറ്റം മാറ്റി വയ്ക്കില്ല. ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇതെന്ന് അറിയാം. പിന്നെ ഒരുപാട് ഡിസൈൻസൊക്കെ ഇനിയും വരാനുണ്ട് നമുക്ക്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ഡിസൈൻസ് അല്ലാതെ തന്നെ വേറെ ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ പുതിയ ഡിസൈൻസൊക്കെ വീഡിയോ വന്നതിന് മുമ്പൊക്കെ അപ്ഡേറ്റ് ആവാറുണ്ട്. നമുക്ക് സ്റ്റോക്ക് തീരണനുസരിച്ച് നമ്മൾ പുതിയ അപ്ഡേറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് വേണോ എല്ലാം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ടൊന്നും ആരും അയക്കേണ്ട. ഒരു മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഡിസൈൻസൊക്കെ എല്ലാം അയച്ചു തരും. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയും പുതിയ ഡിസൈൻസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.